നമസ്കാരം. പൊടകണ്ണാണേ. നമ്മളുടെ ചിന്താ ജെറോംജിക്ക് വളരെയധികം വേദന ഉളവായ ഒരു സംഭവത്തിലേക്കാണ് കടന്നു വരുന്നത്. പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ തലച്ചോറ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ അലറി അലറി വിളിക്കുന്ന ചിന്താ ജെറോംജി കഴിഞ്ഞ ദിവസം ഒരു വലിയ ഡയലോഗ് വെച്ച് കാച്ചി. തന്തയില്ല നേരത്ത് ഉണ്ടായ മക്കളാണ് എന്ന് ഒരു ഡയലോഗ് വെച്ച് കാച്ചി. അതിൻ്റെ ഗിൽറ്റി ഫീൽ ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഈ ഡയലോഗ് വരുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വേദനിപ്പിക്കുന്ന ഒരു പരാമർശം തന്നെയല്ലേ ഇങ്ങനെ അസഭ്യം പറഞ്ഞു, തെറി വിളിച്ചു എന്നൊക്കെ പറയുന്നത്. വിളിക്കാം, അതാരെങ്കിലും പറഞ്ഞാൽ വേദനിക്കും അല്ലേ? അപ്പം അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ അതിൽ നിന്നും പിന്നോട്ട് പോകണം, വസ്തുതകൾ മനസ്സിലാക്കണം. അതായത് വസ്തുത മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. തന്തയില്ല നേരത്ത് തള്ളയ്ക്കുണ്ടായ മക്കൾ എങ്ങനെയുണ്ടായി എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. ആ ഒരു പരിണാമം എങ്ങനെയുണ്ടായി എന്ന് ഇനി ചിന്താ ജെറോംജി ഒരു പുസ്തകം എഴുതും, അതിന് PhD എടുക്കും. ആ പുസ്തകം നമ്മൾ വായിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രമേ ശ്രീമതി ചിന്താ ജെറോംജി ഉദ്ദേശിച്ചുള്ളൂ. അതിനകത്ത് ഇനി വാഴക്കുല തൂങ്ങിക്കിടന്ന പോലെ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ട വേണ്ട, അതൊക്കെ മാതൃഭൂമി ബുക്സിൽ നമുക്ക് കൊടുക്കാം, മറ്റേ മനോജിൻ്റെ മീശ പോലെ. ഇത്തരം മുദ്രാവാക്യം വിളികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വൈകാരികമായ ഏതെങ്കിലും മുദ്രാവാക്യം വിളി ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതൊക്കെ വിലക്കാനുള്ള പൊളിറ്റിക്സ് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കൊരു കോപ്പും അറിയത്തില്ല ചിന്താ ജെറോംജി, ഒരു കോപ്പും അറിയത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാൻ മാത്രമേ അറിയൂ. അതായത് മറ്റുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുക, അവരെ തെറി പറയുക, അവരെ അടിക്കുക, വെട്ടുക, കുത്തുക, കൊല്ലുക, ഇത് മാത്രമേ നിങ്ങൾക്കറിയത്തുള്ളൂ. വിവരം അശേഷമില്ല. അത് PK ശശി സഖാവ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. വിലക്കിയിട്ടുമുണ്ട്, ഏറ്റുവിളിച്ചിട്ടില്ല. പിന്നീടുള്ള ഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റായ വാക്കുണ്ടാകുന്നെങ്കിൽ, അതായത് ഘട്ടം ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിന്താ ജെറോംജി വിളിച്ചതാണ്, എല്ലാവരും കേട്ടതുമാണ്. പക്ഷേ ഇവിടെ ഉണ്ടായ സംഭവത്തിന്റെ ഗൗരവം നമ്മൾ കുറച്ച് കാണരുത്. അതായത് തന്തയില്ല നേരത്ത് തള്ളയ്ക്കുണ്ടായ മക്കൾ, ആ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവം നമ്മൾ കുറച്ച് കാണരുത് എന്നാണ് പറയുന്നത്. ഒളിവിലെ ഓർമ്മകൾ തികട്ടി വരുന്നതാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് എന്നുള്ള കാര്യവും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. പൊട്ടകണനാണേ, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്.